ആഗോള സഭയുടെ ഇടയൻ പരിശുദ്ധ പത്രോസിന്റെ പിൻഗാമി അണിഞ്ഞിരിക്കുന്ന ഓരോ വിശുദ്ധ വസ്തുക്കളും വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. ഇവ കാലാന്തരങ്ങളായി പരമ്പരാഗത അടയാളങ്ങളും പ്രതീകങ്ങളുമായി രൂപം പ്രാപിച്ചവയാണ്. വലിയ മുക്കുവന്റെ അധികാരത്തെയും ആത്മീയ നേതൃത്വത്തെയും ക്രിസ്തുവിനോടും അപ്പസ്തോലന്മാരോടുമുള്ള ബന്ധത്തെയും പ്രതീകപ്പെടുത്തുന്ന 7 വിശുദ്ധ വസ്തുക്കൾ: മിറ്റർ, ഫിഷർമാൻസ് റിംഗ്, വെളുത്ത കസോക്ക്, പാലിയം, പേപ്പൽ ഫെറൂല, പെക്ട്രൽ കുരിശ്, ചുവന്ന പേപ്പൽ ഷൂസ്. അതീവ പ്രാധാന്യമർഹിക്കുന്ന ഈ 7 വിശുദ്ധ വസ്തുക്കൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇവ പലതിന്റെയും പ്രതീകങ്ങളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഒന്നാമതായി പേപ്പൽ മിറ്റർ. ഉയർന്നതും കൂർത്തതുമായ ആകൃതിയിലുള്ള ആരാധനാക്രമ ശിരോവസ്ത്രമായ പേപ്പൽ മിറ്റർ പോപ്പിന്റെ അധികാരം, അന്തസ്, വിശുദ്ധി എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇടയൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആത്മീയ പങ്കിനെ സൂചിപ്പിക്കുന്നു. 5-ാം നൂറ്റാണ്ട് മുതൽ ഉപയോഗിച്ചു വരുന്ന ഈ മിറ്റർ ലളിതമായ കോൺ ആകൃതിയിൽ നിന്നുമാണ് നിലവിലെ രീതിയിലേക്ക് മാറ്റപ്പെട്ടത്. 2 പരിചയുടെ ആകൃതിയിലുള്ള പാതികൾ മുന്നിലും പിന്നിലും തുണി കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന വിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രണ്ടാമതായി വെളുത്ത കസോക്ക്. പുതിയ പാപ്പ ധരിച്ച ലളിതമായ വെളുത്ത കസോക്ക് അഥവാ സാനെ പ്രതീകാത്മകതയാൽ സമ്പന്നമാണ്. വെളുത്ത നിറം വിശുദ്ധി, ആത്മീയ പുനർജനനം, ജ്ഞാനസ്നാന കൃപ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഇതൊരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ഇതൊരു പ്രതീകാത്മക മരണത്തെയും അടയാളപ്പെടുത്തുന്നു. പാപ്പയുടെ സ്വകാര്യ ജീവിതത്തിന്റെ അവസാനം, വ്യക്തിപരമായ ആഗ്രഹങ്ങൾ, പാപ്പയുടെ വ്യക്തിഗത തിരിച്ചറിയൽ അടയാളമായ പേര് പോലും ഇവിടെ അവസാനിക്കുന്നു. ദശലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു. മൃതസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന കച്ചയും പുനരുത്ഥാന വസ്ത്രവുമായ വെളുത്ത കസോക്ക് കോൺക്ലേവിൽ പ്രവേശിക്കുന്ന മനുഷ്യന്റെ പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നു. കല്ലറയിൽ ക്രിസ്തുവിനെ പൊതിഞ്ഞ കച്ചയുടെ പ്രതീകമാണിത്. ഫിഷർമാൻസ് റിംഗ്, പേപ്പൽ മോതിരം എന്നും അറിയപ്പെടുന്നു. ഇത് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ വേളയിൽ അദ്ദേഹത്തിന് സമ്മാനിച്ച മുദ്രാമോതിരമാണ്. ഇത് കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അധികാരത്തെയും ദൗത്യത്തെയും പ്രതീകപ്പെടുത്തുന്നു. പരമ്പരാഗതമായി ഇതിൽ വിശുദ്ധ പത്രോസിനെ ചിത്രീകരിക്കുന്നു. മുക്കുവനെയും പത്രോസിന്റെ ശുശ്രൂഷയിലുള്ള മാർപ്പാപ്പയുടെ പിന്തുടർച്ചയെയും മോതിരത്തിൽ പ്രതിനിധീകരിക്കുന്നത്. പാലിയം. കുരിശുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു വെളുത്ത വസ്ത്രമായ പാലിയം മാർപ്പാപ്പയുടെ അധികാരത്തെ പ്രതീകപ്പെടുത്തുന്നു. ഇത് മാർപ്പാപ്പമാരും മെത്രാപ്പൊലിത്തൻ ആർച്ച് ബിഷപ്പുമാരും ധരിക്കുന്നു. പാപ്പ നൽകുന്ന പാലിയം ഒരു ആർച്ച് ബിഷപ്പിന്റെ അധികാര പരിധിയിലുള്ള അധികാരത്തെയും പാപ്പസിയുമായുള്ള ബന്ധത്തെയും ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നല്ല ഇടയൻ എന്ന നിലയിലുള്ള അവരുടെ പങ്കിനെയും സൂചിപ്പിക്കുന്നു. ആദ്യകാല സഭയിലെ ഈ പാരമ്പര്യം 18-ാം നൂറ്റാണ്ടിൽ ബെനഡിക്ട് 14-ാമൻ പാപ്പയാണ് ഔപചാരികമാക്കിയത്. പേപ്പൽ ഫെറൂല എന്നത് കുരിശു പതിച്ച ഒരു ദണ്ഡാണ്. ഇത് കത്തോലിക്ക സഭയിലെ അധികാരത്തിന്റെയും ഭരണത്തിന്റെയും പ്രതീകമായി പാപ്പ ഉപയോഗിക്കുന്നു. നിയമപരമായ നടപടികളും ശിക്ഷകളും ചുമത്താനുള്ള പാപ്പയുടെ അധികാരത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. പെക്ട്രൽ കുരിശ്. കഴുത്തിലണിയുന്ന പെക്ട്രൽ കുരിശ് ലളിതമോ അലങ്കരിച്ചതോ ആകാം. 1161 മുതൽ 1216 കാലഘട്ടങ്ങളിൽ ആദ്യമായി പെക്ട്രൽ കുരിശ് ധരിച്ച മാർപ്പാപ്പയായി ഇന്നസെന്റ് 3-ാമൻ മാർപ്പാപ്പ കണക്കാക്കപ്പെടുന്നു. 1504 മുതൽ 1572 കാലഘട്ടങ്ങളിൽ പാപ്പയായിരുന്ന വിശുദ്ധ പിയൂസ് 5-ാമൻ പാപ്പ ബിഷപ്പുമാർക്കും പെക്ട്രൽ കുരിശ് അണിയാൻ നിർദ്ദേശം നൽകി. ലയോ 14-ാമൻ പാപ്പയുടെ പെക്ട്രൽ കുരിശിൽ വിശുദ്ധരായ അഗസ്റ്റീന്റെയും മോണിക്കയുടെയും തിരുശേഷിപ്പുകൾ അടങ്ങിയിരിക്കുന്നുവെന്നത് മറ്റൊരു സവിശേഷതയാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്നതിനുള്ള ആത്മപരിശോധനയ്ക്ക് ഊന്നൽ നൽകുന്ന സഭാപിതാവായ സെന്റ് അഗസ്റ്റീന്റെ തിരുശേഷിപ്പിനൊപ്പം വിശുദ്ധ മോണിക്ക, വില്ലനോവയിലെ തോമസ്, വാഴ്ത്തപ്പെട്ട ആൻസൽമോ പൊളാൻകോ, ധന്യനായ ഗ്രുസപ്പെ, ബാർട്ടലോമിയോ, മെനോച്ചിയോ എന്നീ അഗസ്റ്റീനിയൻ സമൂഹവുമായി ബന്ധപ്പെട്ട മറ്റു വിശുദ്ധരുടെയും തിരുശേഷിപ്പുകളുണ്ട്. ചുവന്ന ഷൂസ്. മാർപ്പാപ്പയുടെ ചുവന്ന ഷൂസ് രക്തസാക്ഷികളുടെ ചുടുനിണത്തെ പ്രതീകപ്പെടുത്തുന്നു. കുരിശിന്റെ വഴിയിലും കാൽവരിയിലും ക്രിസ്തുവിന്റെ സഹനങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്നവയാണ് ചുവന്ന ഷൂസുകൾ. ക്രിസ്തുവിന്റെ മാതൃകയെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് താഴ്മയോടും ത്യാഗത്തോടും കൂടി സഭയെ സേവിക്കാനുള്ള പാപ്പയുടെ പ്രതിബദ്ധതയെ അവ പ്രതിനിധീകരിക്കുന്നു. ചുവപ്പ് നിറം ക്രിസ്തുവിനോടുള്ള സമർപ്പണത്തെയും ദൈവത്തിന്റെ ജ്വലിക്കുന്ന സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ അനുസ്മരിക്കുന്ന പെന്തക്കുസ്ത അഗ്നിയെയും ചുവപ്പ് സൂചിപ്പിക്കുന്നു. അങ്ങനെ പാപ്പത്വത്തെ ദൈവത്തിന്റെ നിലനിൽക്കുന്ന സ്നേഹവുമായും സഭയ്ക്കുള്ളിലെ ആത്മാവിന്റെ സജീവ സാന്നിധ്യവുമായും ബന്ധിപ്പിക്കുന്നു. പുതുതലമുറയിലേക്കും വരും കാലഘട്ടങ്ങളിലേക്കും കൈമാറ്റപ്പെടേണ്ട സഭയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ പ്രതീകങ്ങളിൽ ഒന്നുതന്നെയാണ് നമ്മുടെ വലിയ ഇടയൻ ഉപയോഗിക്കുന്ന ഈ പ്രതീകാത്മക വസ്തുക്കൾ. ചേർച്ച് ഡെസ്ക്, ഷെകന ന്യൂസ്.